ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഡിഗ്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി ജിയിലും അത് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എൽ ഓഫ് എഫ് ഓഫ് ടി ഓർ എഫ് ഓഫ് എസ്. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് a tends to infinity integral 0 to a e raised to st f of t dt or that's equal to integral 0 to infinity e raised to st f of t dt. അവിടെ ഈ എൽ എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേറ്റർ ആണ്. അതുപോലെ എസ് എന്ന് പറയുന്നത് മേ ബി റിയൽ ഓർ കോംപ്ലക്സ്, ബട്ട് വി ജനറലി ടേക്ക് ഇറ്റ് ആസ് എ റിയൽ പോസിറ്റീവ് നമ്പർ. ഓക്കെ, അത്രയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് അത് വായിച്ചിട്ട് രണ്ടു വട്ടം എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാതെ പടിഞ്ഞു നിന്നോളും. ഇത് നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോപ്പിക്കല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി, ആ ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ടാവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? ദാറ്റ് ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ഇൻ എവറി ഫൈനൈറ്റ് ഇൻ്റർവെൽ ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ ഷുഡ് ബി ഇൻ എക്സ്പോണൻഷ്യൽ ഓർഡർ. അതായത് എല്ലാ ഫൈനൈറ്റ് ഇൻ്റർവെല്ലിലും എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഫൈനൈറ്റ് ആയിരിക്കണം. അതുപോലെ എഫ് ഓഫ് ടി ഷുഡ് ബി എക്സ്പോണൻഷ്യൽ ഓർഡർ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ, ആ എഫ് ഓഫ് ടി പറഞ്ഞ ഫംഗ്ഷൻ ടിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഡൈവേർജൻറ്റ് ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബിക്കോസ് ആ ഇൻ്റഗ്രേഷൻ നടക്കുന്നത് 0 to ഇൻഫിനിറ്റിയിലാണ്. പക്ഷേ അത് അങ്ങനത്തെ ഉള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്താ പറയുക, എക്സ്പോണൻഷ്യൽ ഓർഡറിലുള്ള ഫംഗ്ഷൻ എന്ന് പറയാം. സോ അങ്ങനെയുള്ള ഫംഗ്ഷനിലാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താറുള്ളത്. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് പ്രൂഫ് ഓഫ് വാലിഡിറ്റി ഓഫ് എബവ് കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻ്റെയും പ്രൂഫായിട്ട് പറയാണ്, വാലിഡിറ്റി പറയാണ്. പക്ഷേ അത് എവിടെയും ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ സിലബസിൽ ജസ്റ്റ് പറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ അസ്യൂം ചെയ്യാന്ന് വിച്ച് ഈസ് കണ്ടിന്യൂസ് ഇൻ എവറി ഫൈനൈറ്റ് ഇൻ്റർവൽ ആൻഡ് ഇറ്റ്സ് ഇൻ എക്സ്പോണൻഷ്യൽ ഓർഡർ ആൻഡ് ലെറ്റ് t0 is a point greater than 0, then the Laplace transform of f of t എന്ന് പറയുന്നത് നമുക്കറിയാം. എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു എസ് ടി എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ നമ്മൾ ഈ 0 to ഇൻഫിനിറ്റീൻ്റെ ഇടയിലുള്ളൊരു പോയിൻ്റാണ് t0 കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ആ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 0 to t0 വരെയും t0 to ഇൻഫിനിറ്റി വരെയുമായിട്ട് ആ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ ഈ രണ്ട് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കണ്ടെത്താണ്. 0 to ഇൻഫിനിറ്റി വരെ വിച്ച് ഇസ് ആൻ ഇൻ്റർവെൽ. സോ നമുക്കറിയാവുന്ന ഒരു പോയിൻ്റ് എന്താ? എഫ് ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് ഇൻ ദാറ്റ് ഇൻ്റർവെൽ. സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് 0 to ഇൻഫിനിറ്റി ഇൻ്റഗ്രേഷൻ ഇ റൈസ് ടു എസ് ടി എഫ് ഓഫ് ടി ഡി ടി എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താ നോക്കേണ്ടത്? t0 to ഇൻഫിനിറ്റി വരെയുള്ള പ്രോസസ്സ് എന്താ നടക്കുന്നത്? അത് എക്സ്പോണൻഷ്യൽ ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് പറയാം എന്ത്? മോഡുലസ് ഓഫ് ഇ റൈസ് ടു S0 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്, എസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ടാണ് പറയുന്നത്. S0 t എഫ് ഓഫ് ടി ലെസ് ദാൻ എം ഫോർ ആൾ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു t0 where m is a real number for large t as a constant number. Okay, then f of t is equal to f of t less than m into e raised to minus st നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയി. എന്തായപ്പോൾ e raised to S0 t for all t greater or equal to t0. ഇനി നമുക്കെന്താ മനസ്സിലായത്? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ t0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു എസ് ടി എഫ് ഓഫ് ടി ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു എഫ് ഓഫ് ടിക്ക് പകരം നമ്മൾ എം ഇൻറ്റു ഇ റൈസ് ടു S0 t ഡി ടി ദാറ്റ്സ് ഈക്വൽ ടു എമ്മിനെ പുറത്തെടുത്ത് കഴിഞ്ഞു. ഇ റൈസ് ടു മൈനസ് എസ് ടിയും ഇ റൈസ് ടു S0 എസ് ടിയും കൂട്ടി എഴുതി. സോ എം ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് S0 t ഡി ടി. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? എം ഇൻറ്റു ഇ റൈസ് ടു എസ് മൈനസ് S0 t0 ഡിവൈഡഡ് ബൈ എസ് മൈനസ് S0 വിച്ച് ക്യാൻ ബി മെയ്ഡ് വാനിഷിംഗ്ലി സ്മോൾ ബൈ ചൂസിങ് സഫിഷ്യൻ്റ്ലി ലാർജ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട് എന്നാണ് നമുക്കതിന് മനസ്സിലായത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളൊരു ബേസായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് പ്രോപ്പർട്ടീസാണ്. 5 ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ്. അതിലാറുണ്ട്, പക്ഷെ നമ്മൾ ചുരുക്കിയിട്ട് അത് 5 ആക്കിയിട്ട് മാക്സിമൈസ് ചെയ്ത് പറയുകയാണ്. First one, linearity property. If a1 and a2 are constant,
and the Laplace transform of f1 of t and f2 of t are f1 of s and f2 of s respectively. Then the Laplace transform of a1 f1t plus a2 f2 of t is given by a1 f1 of s plus a2 f2 of s. അതായത് രണ്ട് ഫംഗ്ഷൻ ഉണ്ട് f1ഉം f2ഉം. അവരെ നമ്മൾ a1 a2 വെച്ച് രണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുകയാണ്. ഇനി അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ സാധാ അതായത് പോലെ അതിൻ്റെ ഇൻഡിവിജ്വലി f1 ഓഫ് ടീൻ്റെയും f2 ഓഫ് ടീൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അഡീഷൻ ആയിട്ടാണ് അത് വരിക എന്നാണ്. ജസ്റ്റ് നമ്മൾ ലീനിയറിറ്റി പ്രോപ്പർട്ടി എല്ലാം പറയണ പോലെ. സോ നമുക്കതിന് ഡെഫിനിഷനായിട്ട് എങ്ങനെ പറയാം? എൽ ഓഫ് a1 f1 of t plus a2 f2 of t is equal to a1 l of f1 of t plus a2 l of f2 of t എന്നാണ് പറയാം. ഇനി അതിൻ്റെ പ്രൂഫായിട്ട് നമ്മൾ നോക്കുകയാണ്. ജസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് എൽ ഓഫ് f1 of t എന്ന് പറഞ്ഞാൽ എന്താ? f1 of s എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e raised to st f1 of t dt ആണ്. അതുപോലെ എൽ ഓഫ് f2 of t എന്ന് പറഞ്ഞാൽ f2 of s ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e raised to st f2 of t dt ആണ്. ഇനി നമ്മൾ ആ രണ്ട് ലാപ്ലേസിനെയും ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? a1 integral 0 to infinity e raised to minus st f1 of t dt plus a2 integral 0 to infinity e raised to st f of t dt എന്നാണ്. സോ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ആ തിയറിനെ ലീനിയാരിറ്റി തിയറിനെ പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഓഫ് സം ഓവർ എം ഈക്വൽ ടു 1 to n a m f1 of t ദാറ്റ്സ് ഈക്വൽ ടു സം ഓവർ എം ഈക്വൽ ടു 1 to n a m l ഇൻറ്റു എഫ് എം ഓഫ് ടി. നമ്മളതിൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്ന ആ പ്രോപ്പർട്ടി, അതായത് രണ്ട് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വലി കണ്ടിട്ട് ആഡ് ചെയ്താലും സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ ചേഞ്ച് ഓഫ് സ്കെയിൽ പ്രോപ്പർട്ടി എന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് എഫ് ഓഫ് എസ് ഇസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എ ടി ഇസ് ഈക്വൽ ടു 1/a ഇൻറ്റു എഫ് ഓഫ് എസ് ബൈ എ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനുള്ള ചെറിയൊരു പോയിൻ്റാണ്. എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് എ ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/a ഇൻറ്റു എഫ് ഇൻറ്റു എസ് ബൈ എ. ഇങ്ങനത്തെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പ്രൂഫിൽ എന്താ പറയുന്നത്? എൽ ഓഫ് എഫ് ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e raised to st എഫ് ഓഫ് ടി ഡി ടി. അതുപോലെ എഫ് ഓഫ് എ ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഓഫ് എ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എ ടി e raised to st ഡി ടി. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് നമ്മളവിടെ എ ടിക്ക് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമുക്ക് ഡി ടി എന്ത് കിട്ടും? ഡി യു ബൈ എ എന്ന് കിട്ടും. സോ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഓഫ് എഫ് ഓഫ് എ ടി ദാറ്റ്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എ ടിക്ക് പകരം എഫ് ഓഫ് യു ഇൻറ്റു ഇ റൈസ് ടു എസ് ടി എന്നല്ല നമ്മൾ എ റൈസ് ടു മൈനസ് എസ് ടി എന്നല്ല നമ്മൾ സാധാരണ എഴുതുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എസ്സിനെ വിട്ട് നിർത്തിയതിന് ഇ റൈസ് ടു മൈനസ് എസ്. പിന്നെ പകരം നമ്മളെന്തോ യു ബൈ എ ഇൻറ്റു ഡി യു ബൈ എ എന്നാണ് നമ്മൾ എഴുതുന്നത്. അതിൽ 1/a നമ്മൾ പുറത്തെടുത്തു. പിന്നെ നോക്കുന്ന ഈ ഫോം ഉണ്ടല്ലോ, ഏത് ഇൻറ്റഗ്രൽ 0 to infinity എഫ് ഓഫ് യു ഇ റൈസ് ടു മൈനസ് എസ് ബൈ എ ഇൻറ്റു യു ഡി യു. ഈ ഫോം നമ്മളെ ഒറിജിനൽ ഫോമായിട്ട് കമ്പയർ ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/a എഫ് ഓഫ് എസ് ബൈ എ എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് എ ടി ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ പ്രോപ്പർട്ടി ഓർ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അതെന്ന് പറയുന്നത് എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ആണ് എഫ് ഓഫ് എസ് എങ്കിൽ ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ എന്നാണ്. അതിൻ്റെ പ്രൂഫായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കൂ. എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് പറഞ്ഞത് ഇൻ്റഗ്രൽ 0 to infinity ഇ റൈസ് ടു എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ് നമുക്കറിയാം. ദെൻ എൽ ഓഫ് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് കൊടുക്കുകയാണ്. അതിൽ ഇ റൈസ് ടു മൈനസ് എസ് ടിയും ഇ റൈസ് ടു എ ടിയും നമ്മൾ ആഡ് ചെയ്ത് മീൻസ് ആ പവർ ആഡ് ചെയ്ത് എഴുതുക. അത് നമ്മൾ ഒറിജിനൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആ ഡെഫിനേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് എസ് മൈനസിനോട് ഈക്വൽ ആയിട്ടാണ് കിട്ടുക. സോ സിമിലർലി നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എസ് പ്ലസ് എ എന്ന് പറഞ്ഞതിൻ്റെ ഫോർമുല എങ്ങനെ എഴുതാം? എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി എഫ് ഓഫ് ടി എന്നിട്ട് എഴുതാം. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താ? സെക്കൻഡ് ട്രാൻസ്ലേഷൻ പ്രോപ്പർട്ടി ഓർ ഹെവിസൈഡ് ഷിഫ്റ്റിംഗ് തിയറം.
അതിലെന്താ പറയുന്നത്, ഇഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ്. അതുപോലെ വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, എന്താണ്, ജി ഓഫ് ടി. ജി ഓഫ് ടീൻ്റെ പ്രത്യേകത എന്താ, വിച്ച് ഈസ് 0 ഇഫ് ടി ലെസ് ദാൻ എ ആൻഡ് എഫ് ഓഫ് ടി മൈനസ് എ ഇഫ് ടി ഗ്രേറ്റർ ദാൻ എ. ദെൻ എൽ ഓഫ് ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എസ് എഫ് ഓഫ് എസ് എന്നാണ് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരിക. ദെൻ അതിന് പ്രൂഫാണ് നെക്സ്റ്റ് പറയുന്നത്, എൽ ഓഫ് ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു എസ് ടി ജി ഓഫ് ടി ഡി ടി. അതിന് നമ്മൾ 0 to a വരെയും a to ഇൻഫിനിറ്റി വരെയും ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. നമ്മളങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഫസ്റ്റ് ടേം 0 ആയിട്ട് പോകും, ദെൻ സെക്കൻഡ് ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിൽ ടീക്ക് നമ്മൾ പി പ്ലസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടും എന്ത്, എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ് എന്നാണെന്നുള്ളത് കിട്ടും. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ ജി ഓഫ് ടി, അതിനെ 2 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത പോലെയാണല്ലോ. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഹെവി സൈഡ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഹെവി സൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് ടി ഓഫ് എനേക്കാൾ ടി ഗ്രേറ്റർ ആണെങ്കിൽ 1ഉം എനേക്കാൾ ടി ലെസ് ആണെങ്കിൽ 0 ആണ് വരിക. അതായത് യു ഓഫ് ടി മൈനസ് സി എന്ന് പറഞ്ഞ ഫംഗ്ഷനാണത്. സോ അതുകൊണ്ടാണ് ആ പ്രോപ്പർട്ടിനെ അങ്ങനെ പറയുന്നത്. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇറ്റ്സ് എ 5th പ്രോപ്പർട്ടി വിറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് എങ്കിൽ ആ എഫ് ഓഫ് എസിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എസ് ദാറ്റ്സ് ഈക്വൽ ടു എൽ ഇൻറ്റു മൈനസ് ടി എഫ് ഓഫ് ടി. ഇത് മനസ്സിലാക്കുക. അതിൻ്റെ ജനറൽ ഫോർമുലയാണ് പഠിച്ചു വെക്കേണ്ടത്. എന്താണ്, എൽ ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി അല്ല, എൽ ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു എൻ എഫ് റൈസ് ടു എൻ ഓഫ് എസ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു എൻ ഡി എൻ ഓഫ് എഫ് ഓഫ് എസ് ബൈ ഡി എസ് റൈസ് ടു എൻ. ഇനി നമ്മളതിൻ്റെ പ്രൂഫാണ് നോക്കുന്നത്. എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു എസ് ടി എഫ് ഓഫ് ടി ഡി ടി. അതിൽ നമ്മൾ ആ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ 2 സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എസ് ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി മൈനസ് ടി ഇ റൈസ് ടു എസ് ടി എഫ് ഓഫ് ടി ഡി ടി ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു എസ് ടി മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇൻറ്റു ഡി ടി. സോ നമ്മൾ ജനറൽ ഇക്വേഷനായിട്ട് ഡെഫിനേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് മൈനസ് ടി എഫ് ഓഫ് ടി എന്ന് കിട്ടും. സോ ജനറൽ ഇക്വേഷൻ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നമ്മൾ നെക്സ്റ്റ് പോവുകയാണ്, എന്താണ്, നമ്മുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് പോവുകയാണ്. അത് ജസ്റ്റ് ഒന്നും വായിക്കൊന്നും വേണ്ട, അതിനെ ബോക്സിലിട്ട കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ്, എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അതിൽ നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ എന്ത് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നാണ് കണ്ടിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അത് ഏത് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്നാണ് കണ്ടെത്തുന്നത്. അതായത് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് നമ്മൾ നോക്കുന്നത് 2 പ്രോപ്പർട്ടികളും, ഒന്ന് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയും രണ്ടാമത്തെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിലൊരു വ്യത്യാസമായിട്ടൊന്നുമില്ല. അതായത് 2 ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ നമുക്ക് ആ ഫംഗ്ഷനെ ഇൻഡിവിജ്വലായിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ദെൻ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, അതും നമുക്കറിയാം. എന്താണ്, ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി എന്നതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് എഫ് ഓഫ് എസ് മൈനസ് എ. സോ എഫ് ഓഫ് എസ് മൈനസ് എൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി എന്നുള്ളത്. ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് പ്രോബ്ലംസൊക്കെ ചെയ്യാൻ ഏറ്റവും എളുപ്പം ചെയ്യാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഡിഗ്രിയിലും പഠിച്ചിട്ടുണ്ടാവും ഈ ടേബിൾ. ഇതിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ സൈഡ് മാത്രം പഠിച്ചാൽ മതി. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അതിനെ നേരെ മാറ്റി എഴുതിയതാണ്. പക്ഷെ ഒന്ന് നോട്ട് ചെയ്യണം, ചില ഭാഗങ്ങളിൽ പ്രോബ്ലംസ് വരാവുന്നതിൻ്റെ രൂപം മാറുന്നത് കാരണം ഈ ജസ്റ്റ് വായിച്ചാൽ മതി. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പഠിക്കുകയും വേണം. സോ 1ൻ്റെ ലാപ്ലേസ് 1/s, ടീൻ്റെ 1/s², ടി സ്ക്വയറിൻ്റെ 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ്, ടി റൈസ് ടു എന്നിൻ്റെ n ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു n+1, ഇ റൈസ് ടു 8ൻ്റെ 1/s മൈനസ് എ, സൈൻ 8 a/s² പ്ലസ് a², കോസ് 8ൻ്റെ s/s² പ്ലസ് a², സൈൻ h/ൻ്റെ a/s² മൈനസ് a², കോസ് h8ൻ്റെ s/s² മൈനസ് a². ഇത് പഠിച്ച് നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും.
ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഇതിൻ്റെ സെയിം ലാപ്ലേസ് ട്രാൻസ്ഫോം അതിന് ഫംഗ്ഷൻ കണ്ടെത്തുക, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇനി പ്രോബ്ലംസ്, കുറേ പ്രോബ്ലംസ് ഉണ്ട്. മേ ബി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. സോ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ കഴിയുകയാണെങ്കിൽ പേപ്പറിൽ എഴുതിയിട്ട് PDF ആക്കിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു ആൾ.